സെപ്റ്റംബർ മാസം 18-ാം തീയതി ക്രിസ്തു വർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചന സന്ദേശവുമായി വിൻസെൻ്റ് തോമസ് ഒരിക്കൽ കൂടി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ദൈവകൃപയാലുള്ള ഒരു ശുശ്രൂഷയാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായന, ബൈബിളിൽ നിന്നുള്ള വായന എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ മോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവവചന വായനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിൻ്റെ പഠനത്തിന് നമ്മുടെ പ്രധാന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ ജീവൻ, വീണ്ടും ജനനം, മുകളിൽ നിന്നുള്ള ജനനം. കർത്താവായ യേശുക്രിസ്തുവിലും അവൻ്റെ കാൽവരി മരണത്തിലും അവൻ്റെ വിജയങ്ങളിലും വിശ്വസിച്ച വീണ്ടും ജനനം പ്രാപിക്കുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കായതിനാൽ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുന്ന് ആദാമിനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പാപനിമിത്തം വന്ന മരണത്തോടുകൂടി ബന്ധപ്പെട്ട അവിടുത്തെ ശാപവും ന്യായവിധിയും എല്ലാം ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. എന്നാൽ കർത്താവെ, തൻ്റെ പുത്രനിൽ യേശു ക്രിസ്തുവിന് പാപപരിഹാരവും നിത്യജീവനും വീണ്ടും ജനനവും ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിഷയങ്ങൾ ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം പഠിച്ചു വരുന്ന വിഷയം ആത്മീയ ജീവൻ. ഇത് നമുക്ക് സാധാരണ വീണ്ടും ജനനം, മുകളിൽ നിന്നുള്ള ജനനം എന്നെല്ലാം നാം കഴിഞ്ഞ ആഴ്ചകൾ പരിശോധിച്ചതാണ്. എന്നാൽ ഈ ഉപദേശം കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്താണ്. തൻ്റെ പരസ്യ ശുശ്രൂഷ ഏകദേശം 29-ാം വയസ്സ്. 29-ാം വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയതെന്ന് തിരുവചനം പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെയാണ് നിക്കോദിമസും ആയിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു സംഭാഷണം നടക്കുകയും അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കാനായിലെ കല്യാണത്തിന് ശേഷം നടന്ന വലിയൊരു സംഭവമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചതും അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതുമായ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഈ പ്രധാനപ്പെട്ട വിഷയം, നാം വീണ്ടും ജനിക്കണം, മുകളിൽ ജനിക്കണം, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഇത് നടക്കുന്നത് ഏകദേശം കർത്താവ് യേശു ക്രിസ്തു ഈ നിക്കോദിമസുമായിട്ടുള്ള സംഭാഷണം അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാലം നമ്മൾ പരിശോധിച്ചാൽ അത് ചരിത്രത്തിൽ ഏകദേശം AD
29 എന്നിട്ട് കർത്താവിൻ്റെ 30-ാം വയസ്സ് തൊട്ട് 33 മരണം വരെയുള്ള ആ 3.5 വർഷത്തെ കാലഘട്ടത്തിൽ ആദ്യമ വർഷമാണ്. അപ്പോൾ 33 മരിച്ചുവെങ്കിൽ 3 വർഷം ഏകദേശം മുമ്പ് AD 30 ഇത് നടന്നതായിരിക്കാം എന്ന് നമുക്ക് അത് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുമ്പുള്ള പഴയ നിയമ കാലവും ചരിത്രവും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ആദാമിനെ സൃഷ്ടിച്ച സമയം മുതലുള്ള കാര്യങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ ഈ വീണ്ടും ജനനം എന്നുള്ളത് അത് എങ്ങനെയാണ് തിരുവചനം കാണുന്നത്, ഇതൊരു പുതിയ നിയമോപദേശം മാത്രമാണോ എന്നുള്ളത് നാം പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ആദിമ ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തുടരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. AD 33 പഠിപ്പിച്ച ഈ ഉപദേശം അത് പഴയ നിയമ കാലത്ത് പ്രത്യേകിച്ച് ജനസിസ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ എബ്രാഹിമിനെ വിളിച്ച് വേർതിരിച്ചൊരു രാഷ്ട്രം പണിത് അത് ഇസ്രായേൽ ജനമാണ്. അത് ആ കാലഘട്ടത്തിലും നമ്മൾ ന്യായപ്രമാണ യുഗം എന്നാണ് പറയുന്നത്. ആ കാലത്തും ഈ ഉപദേശം വീണ്ടും ജനിക്കുക, മുകളിൽ നിന്ന് ജനിക്കുക എന്ന ഉപദേശം അത് അപ്രകാരം തന്നെയോ എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ബാബേൽ കൊട്ടാരത്തിന് മുന്നോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സൃഷ്ടി മുതലുള്ള ചില കാര്യങ്ങൾ അത് എപ്രകാരമാണ് എന്നുകൂടി നാം പരിശോധിച്ച് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടത് ആവശ്യമുണ്ട്. അതുമാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പെന്തക്കോസ്ത് നാൾ മുതൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ഉപദേശങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം. അങ്ങനെ ഇതൊരു തിരുവചന ഉപദേശമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നാം നടത്തുന്നത്. നമ്മൾ ആദ്യം മുതൽ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം തൊട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 1ഉം 2ഉം അധ്യായങ്ങളിൽ അവർക്ക് ആദാമിനും ഹവ്വയ്ക്കും വീണ്ടും ജനിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. കാരണം എന്താണ്? ആദാമും ഹവ്വയും പാപത്താലുള്ള മരണവും അവർക്ക് സംഭവിച്ചിട്ടില്ല. ഒരു ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലും ഏതാൻ തോട്ടത്തിലും ദൈവത്തിൻ്റെ സംസർഗത്തിലും അവർ ജീവിച്ച വ്യക്തികളാണ്. ആദാം ജീവനുള്ള ദേഹിയാവുന്നുവല്ലോ. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വേറൊരു പരിഭാഷ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദാം ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവരായി തീർന്നു. എന്നാൽ അത് ജീവനുള്ളവരുമായി തീർന്നു എന്നുള്ള ഒരു പരിഭാഷ അത് അത്ര നമുക്ക് സ്വീകാര്യമാകരുത്. കാരണം അവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബിക്കം എ ലിവിങ് സോൾ എന്നാണ് അതിന് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷ. ലിവിങ് സോൾ, അതിനെ ലിവിങ് സോൾ എന്നും ലിവിങ് ബീയിങ് എന്നും ലിവിങ് ക്രീച്ചർ എന്നെല്ലാം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൂലഭാഷകളിൽ എബ്രായ ഭാഷയിൽ അത് അപ്രകാരം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ പൂഴിയിൽ നിന്ന് മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി സൽഫലമായിട്ട് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ബിക്കം എ ലിവിങ് സോൾ. അപ്പോൾ നാം കാണുന്ന ഓരോ വ്യക്തികളും ആണും പെണ്ണും ഇങ്ങനെ ദൈവം ശ്വാസം ഊതിയ ജീവനുള്ള ദേഹികളാണ്. എന്നാൽ ഈ
അവസ്ഥ എത്ര നാൾ തുടർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 1-2 അധ്യായങ്ങളിൽ ഇപ്രകാരം ജീവനുള്ള ദേഹിയായിട്ട് ജീവിച്ച 2 വ്യക്തികളാണ് ആദാമും ഹവ്വയും. അതുകൊണ്ട് അവർക്ക് വീണ്ടും ജനനം ആവശ്യമില്ലായിരുന്നു. അതുമാത്രമല്ല, പാപവും പാപത്താൽ മരണവും അവരിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവരുടെ ശരീരവും ആത്മാവും അവരുടെ ദേഹിയും എല്ലാം തന്നെ. അപ്പോൾ ഇത് വേദശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യൻ ആരാണ്, എന്താണ്? നാം വിശ്വസിക്കുന്നത് ദൈവവചനം ഉണ്ടാക്കിയ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയത്, അതാണ് നാം വിശ്വസിക്കേണ്ടത്. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ഒരു ശരീരമുണ്ട്, ആത്മാവുണ്ട്, ഒരു ദേഹിയുണ്ട്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാണ് സാർ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ അങ്ങനെ ചില വേദശാസ്ത്രജ്ഞർ ഇതിനെ 3 കണക്കാക്കുന്നു: ദേഹം, ദേഹി, ആത്മാവ്. ചിലർ ഇതിനെ 2 കണക്കാക്കുന്നവരുണ്ട്. ഡൈക്കോട്ടമി എന്ന് പറയുക. എന്ന് വച്ചാൽ കാണുന്നതും കാണാത്തതുമായ 2 കാര്യങ്ങൾ, സീൻ ആൻഡ് ദ അൺസീൻ. നമുക്ക് കാണുന്നത് ഈ മനുഷ്യരെയാണ്, ഈ ശരീരത്തെയാണ്. എന്നാൽ ആത്മാവിനെയോ ദേഹിയായോ നമുക്ക് സ്പിരിറ്റും സോളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വേദശാസ്ത്രത്തിലുണ്ട്. എന്തൊക്കെയായിരുന്നാലും ദൈവവചനം വായിച്ച് ഇതിനെക്കുറിച്ച് നല്ലൊരു വ്യക്തമായ ഒരു ധാരണ നാം ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഉണ്ടാകേണ്ട ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് സത്യമായിരിക്കാം, എങ്കിലും അത് സത്യമാകുന്നത് അത് ദൈവം തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ വായിച്ച് നമ്മളത് മനസ്സിലാക്കാനും നമുക്ക് അത് വിശ്വസിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് വിശ്വസിച്ചാൽ അതിൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ അത് വളരെ അപകടകരമായിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ ചർച്ചാകുന്ന ഞങ്ങൾ ഈ ബൈബിളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ഇത് വായിച്ച് ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ആദാം ജീവനുള്ള ദേഹി ആകുന്നു. ദൈവമായ കർത്താവ് അവനെ സൃഷ്ടിച്ചു. അതിനുശേഷം ആദാം ജീവനുള്ള ദേഹിയായിത്തീർന്നു. ഈ ആദാമിന് ദൈവ സ്വരൂപവും സാദൃശ്യവും ഉണ്ടായിരുന്നു. കാരണം ഉൽപ്പത്തി 1 അധ്യായത്തിന് 26 വാക്യത്തിൽ തൻ്റെ സൃഷ്ടിയുടെ കർമ്മത്തിൽ 6-ാം ദിവസം ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതുമാത്രമല്ല, അവന് അധികാരവും കൊടുക്കുകയാണ്, ഒരു ഉത്തരവാദിത്തങ്ങൾ അവന് കൊടുക്കുകയാണ്. സ്റ്റുവേർഡ്ഷിപ്പ്, അവന് കാര്യസ്ഥൻ്റെ ചുമതല കൊടുക്കുകയാണ്. ദൈവം എന്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു, അതിൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മൾ ആ കാര്യസ്ഥൻ്റെ സ്റ്റുവേർഡ്ഷിപ്പ് എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആദാം ജീവനുള്ള ദേഹി മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും ഉള്ളവനായിരുന്നു. നമ്മളിത് അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യം, പാപവും മരണവും കടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ സാദൃശ്യത്തിനും ഈ ദൈവ സ്വരൂപത്തിനും എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അവിടെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ മരിച്ചവരായിരുന്ന എഫേസ്യൂസിലെ ചിലരെ അവൻ ഉയർപ്പിച്ചു, വീണ്ടും ജനിപ്പിച്ചു. അത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് അത് ശരിയാണ് എങ്കിൽ ശരിയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവവചനം ഒരിക്കലും തെറ്റു പറയുകയില്ലല്ലോ, കള്ളം പറയുകയില്ലല്ലോ. ദൈവം സത്യവാനാണ്, ദൈവവചനം സത്യമാണ്. അതുകൊണ്ട് നാം വീണ്ടും ജനിക്കണമെന്നുള്ള ഉപദേശം ശക്തമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദൈവം അതിനുശേഷം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കിയ ചെയ്ത്, ഏദൻ തോട്ടത്തിലല്ല, ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി ദൈവം ആദാമിനെ തോട്ടത്തിലാക്കി. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ. എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഏദനിൽ തോട്ടമുണ്ടാക്കി ദൈവമാണ് അവരെ ആക്കിയത്. ദൈവം അവരെ അവിടെ ആക്കി അവർക്ക് കാര്യസ്ഥ എന്ന ഉത്തരവാദിത്വം കൊടുത്തു. അവർക്ക് അതിനെ സൂക്ഷിപ്പാനും അതിൽ കൃഷി ചെയ്യാനും അവന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. മൃഗങ്ങൾക്ക്
വേരിടാനായിട്ട്. അത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ പാപവും മരണവും വന്നതോടുകൂടി ഇവരെ ദൈവം തന്നെ ഈ ഏദാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ ഏദാൻ തോട്ടത്തിലായിരിക്കുന്ന ഈ ആദാമിനും ഹവ്വയും അവരുടെ ആ സ്ഥാനം, ആ അവസ്ഥ, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പാപം കൊണ്ടും മരണം കൊണ്ടും എന്തു സംഭവിച്ചു, അതുകൊണ്ട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ് നാം വീണ്ടും ജനിക്കണം, ഉയരത്തിൽ നിന്ന് ജനിക്കണം, തൻ്റെ പുത്രനിൽ വിശ്വസിച്ച് ജനിക്കണം. അത് കാലാകാലങ്ങളായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നാം പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാത്തിനും ഉത്തരം ഇന്ന് ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഏദനിൽ തോട്ടമുണ്ടാക്കി. ഈ തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ 3 തരം വൃക്ഷങ്ങളുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2-9 വാക്യത്തിൽ. ഒന്ന്, പഴം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. അത് പലതാണ്, പല വൃക്ഷങ്ങൾ. ആദാമിനും ഹവ്വയ്ക്കും ഭക്ഷിക്കാൻ തക്കവണ്ണമുള്ള പല തരത്തിലുള്ള പഴങ്ങളുള്ള വൃക്ഷങ്ങൾ. അതാണ് ഒരു തരം. അതേക്കുറിച്ച് പറയുന്നത്, കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടെ നിന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തരം വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്ന മരങ്ങളാണ്. അതിനെല്ലാം ഒരു കാറ്റഗറിയാണത്. എന്നാൽ പല പഴങ്ങൾ അത് ഉണ്ടാക്കുന്നു. 2-ാമത്തെ തരം വൃക്ഷം ജീവൻ്റെ വൃക്ഷമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ ജീവൻ്റെ വൃക്ഷം, അതിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം ഉണ്ടാകുകയില്ല. കാരണം പാപത്താൽ മരണപ്പെട്ട ഏദാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ഈ പാപിയായ മനുഷ്യൻ ആദാമും ഹവ്വയും ഇനി ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് തിന്ന് അവന് മരണം ഉണ്ടാകുകയില്ല. പിന്നെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം കൃപയാൽ അവൻ്റെ കരുണയിൽ അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ കാര്യമായ വിധത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വീണ്ടും ജനനത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കിയുള്ളൂ. 3-ാമത്തെ തരം ഏദാൻ തോട്ടത്തിലെ വൃക്ഷം ജീവൻ്റെ വൃക്ഷവും, 3-ാം തരം അറിവിൻ്റെ വൃക്ഷമാണ്. അറിവിൻ്റെ വൃക്ഷം, അത് തിന്നു കഴിഞ്ഞാൽ നന്മ തിന്മകളുടെ അറിവ് കിട്ടും. ഇത് നാം വിചാരിക്കുന്നത് നല്ല കാര്യമാണെന്ന്. എന്നാൽ ഏദാൻ തോട്ടത്തിൽ അത് ദൈവത്തിൻ്റെ മാത്രം ഒരു കാര്യമാണ്. നന്മ തിന്മകൾ അറിയാവുന്ന ഏക വ്യക്തി, അത് തീരുമാനിക്കുന്നത് ദൈവം മാത്രമാണ്. എന്നാൽ ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതോടുകൂടി ഈ ആദാമും ഹവ്വയ്ക്കും നന്മ തിന്മകളെക്കുറിച്ച് അറിവ് ലഭിക്കുകയാണ്. അത് വാസ്തവത്തിൽ നല്ല കാര്യമല്ല. കാരണം ഈ ഏദാൻ തോട്ടത്തിൽ ഇത് തിന്നാതെ അവർ നിത്യമായി ജീവിക്കുക, ഈ ലോകം മുഴുവനും മക്കളെ കൊണ്ട് പെരുകി ഇത് മുഴുവൻ ഏദാൻ തോട്ടം പോലെ ആക്കി തീർക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അനുസരണക്കേട് കാണിച്ച് പാപത്താൽ മരണവും അവരിലേക്ക് കടന്നു. അവർക്കിപ്പോൾ നന്മ തിന്മകളെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് നന്മ തിന്മകൾ തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. പാപിയായ മനുഷ്യനാണ് നന്മ തിന്മകൾ തീരുമാനിക്കുന്നത്, ദൈവമല്ല. നമ്മുടെ ഈ സമകാലിക കാലത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഏറ്റവും വലിയ അപാൽക്കരമായ വിഷയം അത് തന്നെയാണ്. നന്മ തിന്മകൾ തീരുമാനിക്കുന്നത് ഈ ആദാമിൻ്റെയും ഹവ്വയുടെയും മരിച്ച പാപത്തിലും അകൃത്യങ്ങളും മരിച്ചവരായ മനുഷ്യരാണ് ഇന്ന് നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. ഗുഡ് ആൻഡ് ഈവിൾ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ദുഷ്ടതയുടെ, തിന്മയുടെ വ്യക്തമായ കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾ, യുണൈറ്റഡ് നേഷൻസ്, ഏകദേശം 193 അംഗങ്ങളുള്ള ഒരു വലിയ ശക്തമായ സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്. അവർ തന്നെ ദുഷ്ടതയെ ഇന്ന് താലോലിക്കുകയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ താലോലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നാം
നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടത പെരുകുമെന്ന് വേദത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നന്മതിന്മകളെക്കുറിച്ച് പാപിയായ മനുഷ്യൻ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടും അത് തെറ്റാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പ്രെറോഗേറ്റീവാണ്, ദൈവത്തിൻ്റെ വിഷയമാണ്. ആ ദൈവം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നന്മ മാത്രമുള്ള ഒരു നാൾ വരും. തിന്മയെ ദൈവം നിത്യമായ ദൈവത്തിൽ നിന്നകറ്റി അതിനെ സാത്താനെയും അവൻ്റെ പിൻഗാമികളെയും അവിശ്വാസികളെയും ദൈവത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് മുതൽ തിന്മ ഉണ്ടാകുകയില്ല. ഇനി അതിൽ തന്നെ നന്മതിന്മകളെക്കുറിച്ച് അത് വേറൊരു വിഷയമാണെങ്കിൽ ഞാനതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഈ മൂന്നാം തരം വൃക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നന്മതിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. എന്നാൽ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ പാപത്താൽ മരണം സംഭവിക്കുകയാണ്. ദേവൻ ഉൽപ്പത്തി 2:17 പറഞ്ഞു, ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നീ തിന്നരുത്, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും, നീ നിശ്ചയമായി മരിക്കും. അതുകൊണ്ട് ഇത് തിന്ന ആ നാൾ മുതൽ ആദാമും ഹവ്വയും മരിച്ചോ എന്നുള്ളതാണ് വിഷയം. ദൈവം തമ്പുരാൻ്റെ വചനം ശരിയായി ആണെങ്കിൽ അതാണ് സത്യമാകിയാൽ അവർ മരിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ആദാമിൻ്റെ മക്കൾ പാപത്താലും അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചവരായിരുന്ന ആദാമിൻ്റെ മക്കളെ ദൈവം വീണ്ടും ജനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് പഠിക്കുകയും മാത്രമല്ല വിശ്വസിക്കുകയും അത് നമ്മളുടെ സ്വായത്തമാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെ എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വളരെ ദാരുണമായ ഒരു അധ്യായമാണ് 3-ാം അധ്യായം. അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് വായിക്കുമ്പോൾ അവർ പഴം തിന്നു, ഹവ്വ തിന്നു, അത് പറിച്ച് അവളെ തിന്നതിന് ശേഷം തൻ്റെ ഭർത്താവായ ആദാമിനും കൊടുത്തു, അവനും തിന്നു. അതിനുശേഷം 7-ാം അധ്യായത്തിൽ ഉടനെ അവരുടെ കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവ ദൈവത്തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ട് മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് പറഞ്ഞു. ഒരു വ്യക്തി പാപം ചെയ്തതിന് ശേഷം അവൻ ദൈവമായിട്ടുള്ള ആ ബന്ധം, അതിന് വന്നിരിക്കുന്ന ആ വിടവ് നമുക്കിവിടെ കാണാം. അവൻ ഒളിക്കുന്നു, ഭയപ്പെടുന്നു, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവന് പ്രയാസമാണ്. വാസ്തവത്തിൽ ഇത് തന്നെയല്ലയോ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നാം എല്ലാവരും ഇപ്രകാരമായിരുന്നില്ലേ? ദൈവമായിട്ടുള്ളൊരു രമ്യതയില്ല, ദൈവം എന്നൊരു ആശയമില്ല. നമ്മൾ തന്നെ നന്മതിന്മകളെ അറിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ തന്നെ ദൈവങ്ങളായിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതുമാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയപ്പെടുന്ന അവൻ്റെ കാര്യങ്ങൾ കേട്ട് നാം നടന്ന വ്യക്തികളാണ് എന്ന് എഫേസ്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. അപ്പം അങ്ങനെ 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ അവർ ഒളിച്ചു, ഭയപ്പെട്ടു. 11 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഉള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പാമ്പ്, സ്ത്രീ, ആദാം, ഭൂമി, ഇവയെല്ലാം ശപിക്കപ്പെടുകയാണ്. എല്ലാം ശപിക്കപ്പെട്ടു. അങ്ങനെ ശപിക്കപ്പെട്ട മനുഷ്യർ ശപിക്കപ്പെട്ട ലോകത്തിൽ ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ദുഷ്ടത. നമുക്ക് നന്മ, തുല്യത എന്ന് പറയുന്ന ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതശൈലി നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം അതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് വന്ന് ഭരണം സ്ഥാപിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എന്നാൽ ഈ വീണ്ടും ജനിച്ച ജനത്തിന് തീർച്ചയായിട്ടും ആ തലത്തിൽ, ആത്മീയ തലത്തിൽ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ
പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാൻ ഇന്ന് കഴിയും. അങ്ങനെ 3-ാം അധ്യായത്തിൽ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഒളിച്ചു ഭയപ്പെടുക മാത്രമല്ല, അവർ ശപിക്കപ്പെടുകയായി. ഭൂമി ഉൾപ്പെടെ പാമ്പ്, സ്ത്രീ, ആദാം, ഭൂമി ഇവ എല്ലാം ശപിക്കപ്പെടുന്നു. അതുമാത്രം 3-ന്റെ 19 നമ്മൾ വായിക്കുന്നത് അത് വളരെ ശക്തമായൊരു ഉപദേശമാണ്. അവിടെ കർത്താവ് പറയുകയാണ്, അതിന് 19 നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. ആദാമിനോട് പറയുകയാണ്, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഇത് ആദാമിനോട് പറഞ്ഞതാ. കാരണം ആദാം പാപം ചെയ്തു, മരണവനിലേക്ക് പ്രവേശിച്ചു. അവന് ഒരു മരണം, ഒരു ഭൗതിക മരണം ദൈവം ശാപമായി നൽകുകയാണ്. അതിനുശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം അവരെ ഏദാൻ തോട്ടത്തിൽ ആക്കിയ അതേ ദൈവം പാപവും മരണവും നിമിത്തം ആദാമിനെയും ഹവ്വയെയും പുറത്താക്കിയാണ്. എക്സ്പെൽഡാണത്. ഒരു ശക്തമായ ഒരു ഉപദേശമാണ്. അവരെ പുറത്താക്കും, ദൈവം തന്നെ അവരെ പുറത്താക്കിയാണ്. നമുക്ക് തിരിച്ച് ഏതാനിലേക്ക് പോകാൻ ആഗ്രഹമില്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ഔദാര്യത്തിലേക്ക്, കരുണയിലേക്ക് നമുക്ക് പോകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരാഗ്രഹമുണ്ട്. അതിന് ആ തിരിച്ചു പോകലിൽ നമുക്ക് വീണ്ടും ജനനം ആവശ്യം ആണ്. അങ്ങനെ പാപവും മരണവും ഉള്ളവരായിത്തീർന്ന ആദാമിനും ഹവ്വയ്ക്കും ദൈവം അവരുടെ കരുണ കാണിച്ചു. അതാണ് 3-ാം അധ്യായം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 23-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകൾ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അത് ദൈവം കാണിക്കുന്നൊരു കരുണയാണ്. നിത്യമായ ഒരു മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ തക്കൊണ്ട് ദൈവം അവനെ പുറത്താക്കുകയാണ്. ജീവൻ്റെ വൃക്ഷത്തിലേക്ക് അവനിപ്പോൾ കടക്കാൻ പറ്റും. അതുമാത്രമല്ല, അതിൻ്റെ 23-ാം വാക്യത്തിൽ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് ദൈവമായ യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. അത് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണത്. നമ്മളെ സൂക്ഷിക്കുകയാണ് ദൈവം നിത്യമായ മരണത്തിൽ നിന്ന്. എന്നാൽ ഈ മരിച്ചവരായി ജനിക്കുന്നതും നിത്യമായ മരണത്തിന് ഇടയിൽ ദൈവം നമുക്കൊരു ചാൻസ് നൽകുന്നതാണ് വീണ്ടും ജനനം. അതിനുവേണ്ടി ഒരു വ്യക്തി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അത് നാം പ്രാപിക്കേണ്ടതും നമ്മളെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം തന്നെ. അങ്ങനെ ദൈവം അവരോട്, ആദാമിനോടും ഹവ്വയോടും കരുണ കാണിക്കുന്നു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യ, നീ നന്മയും തിന്മയും അറിഞ്ഞു, നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി ഇവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ച് തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അമർത്യത, പാപത്തിൽ മരിച്ച ഒരു അമർത്യത, അത് വളരെ ആപൽക്കരമായ ഒന്ന്. അപ്രകാരമാണ് ന്യായവിധിയിൽ ഈ അവിശ്വാസികൾക്ക് സംഭവിക്കാൻ പോകുന്നു. വീണ്ടും ജനിക്കാത്തവർക്ക് സംഭവിക്കാൻ പോകുന്ന അപ്രകാരം ആയിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം അവരോട് കരുണ കാണിച്ചു. പല വിധത്തിലുള്ള കരുണകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. രണ്ട് പ്രധാന വാഗ്ദാനങ്ങളും ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരിച്ച അവസ്ഥയിൽ അമർത്യനാകാതിരിക്കുന്നതിന് വേണ്ടി 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വാക്യം നമ്മൾ വായിച്ചു. ദൈവം അവരെ ഏദാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കാരണം എന്തിനാണ്? ജീവവൃക്ഷത്തിൽ നിന്ന് അവർ അത് കൈനീട്ടി തിന്ന് അമർത്യത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അവന് വീണ്ടും ജീവൻ കൊടുക്കാൻ സാധിക്കുകയില്ല. അവന് വീണ്ടും ജനിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അവനെ കരുണയിൽ മാറ്റി നിർത്തുന്നു. രണ്ടാമതായിട്ട് നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 15-ാം
വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വാഗ്ദത്തം നൽകിയാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ കുതികാൽ തകർക്കും. അത് വലിയ ഒരു വാഗ്ദത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ 3-ാം വാക്യത്തിൽ നഗ്നത മറയ്ക്കാൻ തോൽ വസ്ത്രം കൊടുക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, തോലുണ്ടാക്കുന്നത് മൃഗത്തിൻ്റെ തോലിൽ നിന്നാണ്. ആദമും ഹവ്വയും ഒളിച്ചു, എന്നാൽ ദൈവം അവരെ കണ്ടെത്തി. അവർക്ക് ആദാമും ഹവ്വയും പറയാൻ ഞങ്ങൾക്ക് ഭയപ്പെട്ടു, ഇതിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ഭയപ്പെട്ടു. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? കരുണയിൽ ദൈവം അവരെ വിളിക്കുകയാണ്, ആദാമേ ഹവ്വയെ നീ എവിടെ? ഇവയെല്ലാം നാം അനുഭവിക്കുന്ന സംഗതികളാണ്. ഇതല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവിക സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് നമ്മൾ അനുഭവിക്കുന്ന സത്യമാണ്. മാത്രമല്ല, അത് നമ്മുടെ ഫീലിംഗ്, നമ്മുടെ എക്സ്പീരിയൻസാണ്, നമ്മൾ അനുഭവിക്കുന്ന സംഗതികളാണെന്ന് കൂടി ഞാൻ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം മരിച്ചവരാണ്, മരിച്ച വിധത്തിൽ ഭയത്തിലും ദൈവത്തിനും വേർപാടിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിക്കുന്ന ദേഹി എന്ന അവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അല്പമായിട്ട് പരിഗണിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെയും മരണം സംഭവിച്ചിട്ടുണ്ട്. ജീവനുള്ള ദേഹിയായി തീർന്ന, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ജീവശാസ്ത്രം ഊതി ലിവിങ് സോൾ ആയ മനുഷ്യൻ, അവൻ മരണമുള്ളവനാണ്, അവൻ മരണത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെയുള്ള വലിയ സത്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ വിശ്വസിക്കാനും അതിൻ്റെ ഗുണഭോക്താക്കളായി തീരാനും കഴിയുകയുള്ളൂ. ജീവനുള്ള ദേഹിയായി തീർന്ന ആദാം, പാപത്താൽ മരണവും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായ ഒരു ഉപദേശമാണ്. ജീവിക്കുന്ന ദേഹിക്ക് സംഭവിച്ച മരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ ആദാമും ഹവ്വയും ഒളിച്ചതിൽ നിന്നും, ഭയത്തിൽ നിന്നും, നഗ്നതയിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചത്, എഴുതിയിരിക്കുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇത് ആദാമിൻ്റെ പാപം നിമിത്തം സംഭവിച്ച കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള. നിങ്ങൾ ദയവായിട്ട് റോമാലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ അവസാനം വരെ വായിക്കൂ. ഇത് ആദാമിൻ്റെ പാപം നിമിത്തം സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മുടെ വ്യക്തിപരമായി നമ്മൾ പാപികളായിട്ട് ജനിക്കുന്നതും പാപം ചെയ്യുന്നതും അതെല്ലാം വേറൊരു വിഷയമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിക്രമങ്ങളായാലും പാപങ്ങളിൽ മരിച്ചവരായ നാം. അങ്ങനെ ഉള്ള വ്യക്തികളെക്കുറിച്ച് കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അതിക്രമങ്ങളാലും ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നവരെ ജീവിപ്പിച്ചു. അപ്പോൾ ഈ വീണ്ടും ജനിക്കണം എന്ന ആ വിഷയം, അത് കർത്താവ് പറഞ്ഞതും അപ്പസ്തലന്മാർ പഠിപ്പിച്ചതും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമെന്നൊരു ദൈവിക സത്യമാണ്. അത് നമ്മൾ ഏതാൻ തോട്ടം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഏതാൻ തോട്ടത്തിന് പുറത്തും തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് അപ്രകാരം തന്നെയാണ് എന്ന് നമുക്ക് ഒരുപാട് സൂചനകളും സത്യമായിട്ടുള്ള വചനവും നമുക്കുണ്ട് എന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അതിക്രമ ജഡത്തിലും അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നവരെ യേശു ക്രിസ്തുവിൽ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നു. ആയതിനാൽ യേശു ക്രിസ്തു ഉപദേശിച്ചതുപോലെ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കണം. കർത്താവ് പറഞ്ഞ കാര്യമാണത്. അപ്പോൾ ഇതെല്ലാം നാം പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ഇതിൻ്റെ സാരം, സൃഷ്ടിച്ചവൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം എഴുതിയിരിക്കുന്ന പോലെ നാം മനുഷ്യനെ മനസ്സിലാക്കി, നാം ഓരോരുത്തരെയും നാം മനസ്സിലാക്കി, പാപവും മരണവും വീണ്ടും ജനനവും മനസ്സിലാക്കി എന്ത് ചെയ്യണം? അതിൽ നിന്നൊരു